ഗെയ്സ്, അസ്സലാമലൈക്കും. അപ്പോൾ എൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ചീര തോരൻ വയ്ക്കുന്നതാണ്. അപ്പോൾ അത് ചക്ക അരി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ ഗ്യാസിലോട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ചീര ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ ഒരു സവാളയും കൂടെ കൊത്തി അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കതിന് നമ്മുടെ ചക്കയരി നല്ലവണ്ണം ഒന്ന് വെന്ത് വരട്ടെ. ആ ഉപ്പ് കൂടെ ഞാൻ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലതുപോലെ വെന്ത് വെള്ളം വറ്റി വന്നതിന് ശേഷം നമ്മുടെ അരിഞ്ഞ് വെച്ചേക്കണം നമ്മുടെ ചീര നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഗൈസ്? എൻ്റെ വീഡിയോസ് എല്ലാവരും കാണണം. നിങ്ങളുടെ കമൻറ്റും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പം ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കണ്ട ആരും. അപ്പോൾ ചക്കക്കുരു വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിന് ചീര നമുക്ക് അരിഞ്ഞ് വെച്ചേക്കണത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള സാധനങ്ങൾ തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ജീരകവും എടുത്തു വെച്ചിട്ടുണ്ട്. 5 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ചീരയ്ക്ക് അത്യാവശ്യം എരിയുള്ളത് നല്ലതാണ്. അതിൽ ചക്കയരിയും കൂടെ ചേർത്താൽ ഭയങ്കര ടേസ്റ്റാണ്. തോരൻ ഭയങ്കര ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ചക്കയരിയും കൂടെ ആദ്യമേ തന്നെ വേവിച്ച് കൂടെ ഇട്ട് വേവിക്കാൻ പറ്റത്തില്ല. ആദ്യമേ നമുക്ക് ചക്കയരി വെന്തതിന് ശേഷമേ നമുക്ക് നമ്മുടെ ചീര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അരപ്പൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങ് അരച്ച് ഇതാക്കരുത്, ചെറിയ രീതിക്കൊന്ന് പൊടിച്ചെടുക്കുകയേ ചെയ്യാവൂ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ചക്കയരിയും കൂടെ ചേർക്കുന്നത് കൊണ്ട് അടിപൊളി ടേസ്റ്റാണ്. ചക്കയരി ഇല്ലാത്ത സമയമാണ് നമുക്ക് ചീര കിട്ടുന്നതെങ്കിൽ നമ്മൾ ഒരു സവാള കുത്തി, ഇപ്പോൾ ഞാൻ സവാള ഒരെണ്ണം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചീര, മുരിങ്ങയില, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, ഇലവർഗ്ഗങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യത്തിന് നമ്മൾ കഴിക്കണം. അതൊക്കെ നമ്മുടെ ശരീരത്തിന് പോകുന്നത് ഗുണമുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇത് മോൻ വാങ്ങിക്കൊണ്ട് വന്നതാണ്. അവൻ്റെ ഷോപ്പിൽ കൊണ്ടുവന്ന് കൊടുത്ത് അങ്ങനെ വാങ്ങിക്കൊണ്ട് അത്യാവശ്യം നല്ല നാടൻ ചീരയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ചീരത്തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റിൽ ചക്കക്കുരു ഒക്കെ ഇട്ട് അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ചെറിയ ഫ്ലെയിമിട്ട് തന്നെ നമ്മൾ ഇത് തയ്യാറാക്കാവൂ. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകാൻ മൂട്ടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ തയ്യാറാക്കുക. അപ്പോൾ നാളത്തെ വീഡിയോ കാണുമ്പോഴേയും അസ്സലാമു അലൈക്കും.